മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടയച്ചു. ആനയെ നിരീക്ഷിക്കുന്നതിന് വനം വകുപ്പ് സംവിധാനം ഏർപ്പെടുത്തി. കുന്നംകുളം കാവിലക്കാട് പൂരത്തിനെത്തിച്ച ആന 2 തവണ ഇടഞ്ഞു. കൊമ്പൻ കീഴൂട്ട് വിശ്വനാഥനാണ് ഇടഞ്ഞത്. പരിഭ്രാന്തനായി ആനപ്പുറത്തുനിന്ന് ചാടിയ 4 പേർക്കുൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ചേലക്കര വേങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിൽ. തോന്നൂർക്കര സ്വദേശി PK ശശിധരനാണ് അറസ്റ്റിലായത്. പെരിഞ്ഞനത്ത് യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിൽ. പാലക്കാട് സ്വദേശി സന്തോഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. മണലൂരിൽ വീട്ടമ്മയുടെ മൃതദേഹം അയൽവാസിയുടെ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. മണലൂർ സ്വദേശിനി ലതയാണ് മരിച്ചത്. വരവൂർ പുളിഞ്ചോടിൽ ലഹരിക്കടിമയായ മകൻ വീടിന് തീയിട്ടു. അമ്മയുമായുള്ള വഴക്കിനെ തുടർന്നാണ് തീയിട്ടത്. വീട്ടിലെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. നമസ്കാരം. വാർത്തകൾ വിശദമായി. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടയച്ചു. ആനയെ നിരീക്ഷിക്കുന്നതിന് വനം വകുപ്പ് സംവിധാനം ഏർപ്പെടുത്തി. 4 ദിവസമായി തുടരുന്ന പ്രത്യേക സംഘത്തിന്റെ ദൌത്യമാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ പൂർത്തിയായത്. ചാലക്കുടിപ്പുഴയുടെ തീരത്ത് വെറ്റിലപ്പാറ എണ്ണപ്പനത്തോട്ടത്തിൽ വെച്ചായിരുന്നു കാട്ടാനയെ മയക്കുവെടി വെച്ചത്. ചീഫ് വെറ്ററിനറി ഓഫീസർ അരുൺ സക്കറയുടെ നേതൃത്വത്തിൽ 4 വട്ടം ആനയെ വെടിവെച്ചു. എന്നാൽ 4ാമത് തൊടുത്ത മരുന്ന് നിറച്ച സിറിഞ്ചാണ് ആനയുടെ പിൻഭാഗത്തെ വലതുകാലിൽ തറച്ചത്. പരിഭ്രാന്തനായ ആന എണ്ണപ്പനത്തോട്ടത്തിലൂടെ അരമണിക്കൂറോളം ഓടുകയും പിന്നീട് റോഡ് മുറിഞ്ഞുകടന്ന് റബ്ബർ തോട്ടത്തിലെത്തുകയും ചെയ്തു. ക്ഷേത്രത്തിന് സമീപം നിലയുറപ്പിച്ച ആന 1 മണിക്കൂറിന് ശേഷം മയങ്ങി നിന്നു. പിന്നീട് ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിൽ ചികിത്സ ആരംഭിച്ചു. മസ്തകത്തിൽ സംഭവിച്ച ആഴമേറിയ മുറിവിലെ ചലം മുഴുവൻ പുറത്തെടുക്കുകയും ആന്റിബയോട്ടിക് അടക്കമുള്ള മരുന്നുകൾ നിറയ്ക്കുകയും ചെയ്തു. മരുന്നുകൾ കണ്ണിലേക്ക് എത്താതിരിക്കാൻ കറുത്ത തുണി കെട്ടി മറച്ചിരുന്നു. അണുബാധയിലെത്തിയ ആനയെ പിടികൂടി ചികിത്സിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവൻ നഷ്ടമാകുമായിരുന്നുവെന്ന് മെഡിക്കൽ സംഘം വ്യക്തമാക്കി. മറ്റ് ആനകളുമായുള്ള സംഘർഷത്തിൽ കൊമ്പുകൊണ്ടുള്ള മുറിവായിരുന്നു സംഭവിച്ചതെന്നും ഡോക്ടർ പറഞ്ഞു. മസ്തകത്തിന് മുകളിലാണ് വീണിട്ടുള്ളത്. ഡീപ്പ് പെനിട്രേഷൻ വൂണ്ടാണ്, കുത്താണ്, ഇടിയാണ്, കൊമ്പൻ്റെ ഇടിയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ലെയേഴ്സിൽ എന്ന് പറയും, അവിടെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് റിസ്ക്കാണ്. കാരണം നമ്മൾ ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ സ്റ്റാൻഡിങ് സെറ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ നിർത്തിയാണ് ചെയ്യുന്നത്. അത് വൂണ്ട് കംപ്ലീറ്റ് ഡ്രസ് ചെയ്തു. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി, വല്ല മെറ്റൽസ് ഉണ്ടോ നോക്കി, നെഗറ്റീവാണ്, ഒന്നുമില്ല. അതിനുശേഷം മുറിവ് നമ്മൾ ഡ്രസ് ചെയ്ത് ആൻറ്റിബയോട്ടിക് കവർ ചെയ്ത് ഓപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു റിവേഴ്സ് ചെയ്തു. 4 വിഭാഗങ്ങളായി തിരിഞ്ഞായിരുന്നു ആനയെ മയക്കുവെടി വെച്ചതും ചികിത്സിച്ചതും. വലിയൊരു ദൗത്യമാണ് വിജയകരമായി പൂർത്തിയാക്കിയതെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി പറഞ്ഞു. 2 ദിവസം നമുക്കറിയാലോ, നിങ്ങളും ഇതിനിടയിൽ കഷ്ടപ്പെട്ടു, നമ്മളും കഷ്ടപ്പെട്ടു. 3 ദിവസത്തെ ഇതിനിടയിൽ ഇന്ന് നമുക്ക് ആ ദൗത്യം സക്സസ്ഫുൾ ആയിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിന് എന്തായാലും എല്ലാവരോടും നന്ദി പറയുന്നു. കാരണം ഒരുപാട് നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചു. നമ്മൾ ആ റെസ്ട്രിക്ട് ചെയ്തത് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നമ്മളോട് സഹകരിച്ചു. എല്ലാത്തിനും സാധാരണഗതിയിൽ ആന സ്വാഭാവികമായി ആരോഗ്യം വീണ്ടെടുക്കുമെന്നും അവശനില തുടർന്നാൽ മറ്റ് ചികിത്സാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും ഡോക്ടർ അരുൺ സക്കറിയ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 20-നാണ് ഏഴാറ്റുമുഖം എലിച്ചാണിപ്പാറയിൽ മുറിവേറ്റ ആനയെ കണ്ടത്. തുടർന്ന് ഇതിനെ പിടികൂടി ചികിത്സിക്കാനുള്ള ദൗത്യം തുടരുകയായിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. കുന്നംകുളം കാവിലക്കാട് പൂരത്തിനെത്തിച്ച ആന 2 തവണ ഇടഞ്ഞു. കൊമ്പൻ കീഴൂട്ട് വിശ്വനാഥനാണ് ഇടഞ്ഞത്. പടക്കം പൊട്ടിയ ശബ്ദം കേട്ടാണ് ആന ഇടഞ്ഞത്. പരിഭ്രാന്തരായി ആനപ്പുറത്തുനിന്ന് ചാടിയ 4 പേർക്ക് പരിക്കേറ്റു. രാജേഷ്, വിപിൻ, ഉണ്ണി, സുധീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചെറുപുഷ്പം കമ്മിറ്റിക്ക് വേണ്ടി എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നതായിരുന്നു കൊമ്പനെ. ചിറ്റന്നൂർ പാടം ഭാഗത്തേക്ക് ഓടിയ ആനയെ പാപ്പാന്മാരുടെ നേതൃത്വത്തിൽ സമീപത്തെ പറമ്പിൽ തളച്ചു. ആനയെ ചിറ്റന്നൂർ പാടം വഴി നടത്തിക്കൊണ്ടു പോകുന്നതിനിടെയാണ് വീണ്ടും ഇടഞ്ഞത്. ആന ഓടിവരുന്നത് കണ്ട് ക്ഷേത്രത്തിന് സമീപത്ത് നിന്നിരുന്ന കൊമ്പൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തിരിഞ്ഞത് പരിഭ്രാന്തിക്കിടയാക്കി. ഇതോടെ ആളുകൾ ചിതറിയോടി. സംഭവ സമയത്ത് ക്ഷേത്രത്തിന് സമീപം കച്ചവടം നടത്തിയിരുന്ന കേച്ചേരി പാറഞ്ഞു സ്വദേശിനി ചെറുവത്തൂർ വീട്ടിൽ മേരിക്കാണ് പരിക്കേറ്റത്. 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ചേലക്കര വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിലായി. തോന്നൂർക്കര സ്വദേശി PK ശശിധരനാണ് അറസ്റ്റിലായത്. ഭൂമിയുടെ ഫെയർ വാല്യൂ കുറയ്ക്കുന്നതിനുള്ള സ്ഥല പരിശോധനയ്ക്കാണ് 10000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്. ആദ്യ ഗഡുവായി 5000 രൂപ വാങ്ങുന്നതിനിടെയാണ് വിജിലൻസിന്റെ പിടിയിലായത്. DYSP ജിം പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വില്ലേജ് ഓഫീസറെ പിടികൂടിയത്. ഇൻസ്പെക്ടർ ദിനേശ് കുമാർ, SIമാരായ ബൈജു, കമൽദാസ്, ജയകുമാർ, രാജൻ,
സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, വിബീഷ്, സിബിൻ തുടങ്ങിയവരും വില്ലേജ് ഓഫീസറെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പെരിഞ്ഞനത്ത് ഡയറക്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിൽ. പാലക്കാട് കണ്ണമ്പ്ര പരിവശ്ശേരി സ്വദേശി ചമപ്പറമ്പ് വീട്ടിൽ സന്തോഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിഞ്ഞനം ദുർഗാനഗറിൽ ചന്ദ്രാപ്പനിയിൽ താമസിക്കുന്ന തിരൂർ സ്വദേശിയായ യുവതിയെയാണ് ഓട്ടോറിക്ഷയിൽ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോവുകയും ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഈ സമയം യുവതി തന്ത്രപൂർവ്വം ഓട്ടോറിക്ഷയിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നു. യുവതിയുടെ പരാതിയിലാണ് കയ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. യുവതിയുടെ മൊഴിയിൽ നിന്നും ആദർശ് എന്ന് എഴുതിയ പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കോതപ്പറമ്പിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തീരദേശ മേഖലയിൽ ഫിനോയിൽ വിൽപ്പന നടത്താനെത്തിയതായിരുന്നു യുവതി. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി.കെ. രാജുവിന്റെ നേതൃത്വത്തിലുള്ള കയ്പമംഗലം ഇൻസ്പെക്ടർ എം. ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർമാരായ സൂരജ്, പ്രദീപ്, ജെയ്സൺ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ലിജു, ഇയാനി, നിഷി, പോലീസ് ഉദ്യോഗസ്ഥരായ ബിജു, നിഷാന്ത്, ഷിജു, അനന്ത്മോൻ, പ്രിയ എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. മണലൂരിൽ മധ്യവയസ്കയുടെ മൃതദേഹം അയൽവാസിയുടെ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. സത്രം ശിവക്ഷേത്രത്തിന് പുറകുവശത്ത് താമസിക്കുന്ന വേളയിൽ വീട്ടിൽ ലതയാണ് മരിച്ചത്. സമീപത്തുള്ള ക്ഷേത്രത്തിൽ സ്ഥിരം പോകാറുള്ളതിനാൽ വരുന്ന സമയം കഴിഞ്ഞിട്ടും കാണാതായതോടെ നടത്തിയ തിരച്ചിലിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇവരുടെ വീടിനോട് ചേർന്ന് 10 മീറ്റർ മാത്രം അകലെയുള്ള അയൽവാസിയുടെ പറമ്പിലാണ് ലതയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയത്. ലത ഭർത്താവ് മുരളിയോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം. ബിസിനസ്സുകാരനായിരുന്ന ഭർത്താവിനെ 6 മാസം മുൻപ് ചെന്നൈയിൽ വെച്ച് കാണാതായതിനെ തുടർന്ന് ലത നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വരവൂർ പുളിഞ്ചോടിൽ ലഹരിക്കടിമയായ മകൻ വീടിന് തീയിട്ടു. അമ്മയുമായുള്ള വഴക്കിനെ തുടർന്നാണ് വീടിന് തീയിട്ടത്. വരവൂർ പുളിഞ്ചോട് അവിശ്ശേരിമുക്ക് ഗണപതി പറമ്പിൽ താര താമസിക്കുന്ന വീടിനാണ് മൂത്ത മകൻ സഞ്ജയ് തീയിട്ടത്. ഗ്യാസ് സിലിണ്ടറിന്റെ നോബ് തുറന്നുവിട്ടാണ് തീവച്ചത്. ഷീറ്റ് മേഞ്ഞ വീടിന്റെ മേൽക്കൂരയും വീടിനുള്ളിലെ മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചു. വാർഡ് മെമ്പർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി തീയണച്ചത്. ഫയർഫോഴ്സ് സമയോചിതമായി ഇടപെട്ട് ഗ്യാസ് സിലിണ്ടറിന്റെ തീയണച്ചതിനാൽ വൻ അപകടം ഒഴിവായി. ലഹരി ഉപയോഗിക്കുന്ന മകൻ നിരന്തരം വീട്ടിൽ അക്രമം നടത്താറുണ്ടെന്ന് അമ്മ താര പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വഴക്കുണ്ടായതിനെ തുടർന്ന് പോലീസിൽ താര പരാതി നൽകിയിരുന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി.ആർ. ഷിബു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അൻഷാൽ, വിജു, സുധീഷ്, ഷിബു, അക്ഷയ്, ഹോംഗാർഡ് സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത്. ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. ഗുരുവായൂരിൽ കേരള വിഷന്റെ കേബിളുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ചയാളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവ് കേബിളുകൾ അഴിക്കുന്നത് കണ്ട് നാട്ടുകാർ സ്കൈലൈൻ നെറ്റ്വർക്ക് ഉടമ പി.കെ. ശശിധരൻ, ചന്ദ്രാസ് കേബിൾ നെറ്റ്വർക്ക് ഉടമ ഒ.സി. വിപിൻ എന്നിവരെ വിവരമറിയിക്കുകയായിരുന്നു. ഇവരുടെ പരാതി പ്രകാരം ടെമ്പിൾ പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. മമ്മിയൂരിലെ 6 വൈദ്യുതി പോസ്റ്റുകളിൽ കെട്ടിവച്ചിരുന്ന കേരള വിഷന്റെയും BSNLന്റെയും കേബിളുകൾ അഴിച്ചിട്ട നിലയിലായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവത്തിന് മാളയിൽ തുടക്കമായി. ആദ്യ ദിനത്തിൽ ഓഫ് സ്റ്റേജ് ഇനങ്ങളിലാണ് മത്സരം നടന്നത്. ശനിയാഴ്ചയും ഓഫ് സ്റ്റേജ് ഇനങ്ങളിലെ മത്സരം നടക്കും. പെയിന്റിംഗ്, ഡ്രോയിംഗ്, കഥാരചന, കാർട്ടൂൺ വര, പോസ്റ്റർ മേക്കിംഗ് മത്സരങ്ങളാണ് വെള്ളിയാഴ്ച നടന്നത്. ഞായറാഴ്ചയാണ് സ്റ്റേജ് ഇനങ്ങളിൽ മത്സരം തുടങ്ങുന്നത്. മത്സരങ്ങൾ 28-ന് സമാപിക്കും. സ്റ്റേജ് ഇനം മത്സരങ്ങൾക്കായി മാള ഹോളി ഗ്രേസിൽ 4 വേദികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിൽ നിന്നുള്ള 2500ഓളം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ആദ്യ ദിനത്തിൽ ഫോട്ടോഗ്രാഫി മത്സരങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്ന് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷാവസ്ഥയുണ്ടായി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ചർച്ച നടത്തി. ജീവിതത്തിന്റെ ഓരോ നിമിഷവും അഴീക്കോട് മാഷ് ഉണ്ടായിരുന്നെങ്കിലെന്ന് ഓർക്കുന്ന സമയമാണിതെന്നും മാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുൻപന്തിയിൽ ഉണ്ടാകുമായിരുന്നുവെന്നും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ. രാജൻ പറഞ്ഞു. എരവിമംഗലം സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ ഹൃദയസ്ഥമായ ചരിത്രമാണ് അഴീക്കോട് മാഷ്. അദ്ദേഹത്തിന്റെ ജീവിതം അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചുമതല അഭിപ്രായങ്ങൾ പറയാൻ പോലും പേടിയുള്ള ഈ കാലത്ത് മാഷ് അവശേഷിപ്പിച്ചു പോയ
ധാർമ്മിക ധൈര്യത്തിന്റെ ദീപശിഖ പുതുതലമുറ ഏറ്റെടുത്തുകൊണ്ട് നിർഭയമായി അഭിപ്രായം പറയാനും നേരിന് നേരെ ഉയർന്നുവരുന്ന ഒന്നിനോടും സന്ധി ചെയ്യാതിരിക്കാനുള്ള ആത്മധൈര്യം ഉണ്ടാക്കലുമാണ് ഇക്കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് കരുതുന്നതായും മന്ത്രി പറഞ്ഞു. സ്മാരകവുമായി ബന്ധപ്പെട്ട് വലിയ ദുഃഖമാണ് നിലനിൽക്കുന്നതെന്നും അതിന് ഉടൻ പരിഹാരം കാണുമെന്നും മന്ത്രി അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. മലയാളത്തിന്റെ മനസാക്ഷിയും അനീതിക്കെതിരെ പോരാടുന്ന ശബ്ദവും വിട്ടുവീഴ്ചയില്ലാത്ത പോരാളിയുമായിരുന്നു അഴീക്കോട് മാഷെന്ന് ആമുഖ പ്രഭാഷണം നടത്തിയ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ പറഞ്ഞു. ഡോക്ടർ PV കൃഷ്ണൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, നടത്തറ ഗ്രാമപഞ്ചായത്ത് അംഗം KK ജയൻ, സത്യൻ നടുവം തുടങ്ങിയവർ സംസാരിച്ചു. വിശിഷ്ടാതിഥികൾ ചേർന്ന് അഴീക്കോടിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി. TC ന്യൂസ്, തൃശൂർ. പതിറ്റാണ്ടുകളോളം സാംസ്കാരിക കേരളത്തിന്റെ ഗർജനമായിരുന്ന സുകുമാർ അഴീക്കോട് വിടവാങ്ങിയിട്ട് 13 വർഷം പിന്നിടുന്നു. സാമൂഹ്യ, സാഹിത്യ, രാഷ്ട്രീയ രംഗങ്ങളിൽ തിളങ്ങി നിന്ന സുകുമാർ അഴീക്കോടിനെ അനുസ്മരിച്ച് സാംസ്കാരിക നഗരി. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് തുറന്നു പറയാനും ഏതു വിഷയത്തിലും കൃത്യമായി പ്രതികരിക്കാനും കഴിവും തന്റേടവുമുള്ള ഒരു സാംസ്കാരിക നായകനായിരുന്നു സുകുമാർ അഴീക്കോട്. സാഹിത്യത്തിലായാലും രാഷ്ട്രീയത്തിലായാലും അദ്ദേഹം മുഖം നോക്കാതെ വിമർശിച്ചിരുന്നു. അനീതിക്കും അഴിമതിക്കും അക്രമത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കും വർഗീയതയ്ക്കും സാമൂഹിക തിന്മയ്ക്കുമെതിരെ ഒറ്റയ്ക്ക് പോരാടിയ മഹാരഥനായിരുന്നു അദ്ദേഹം. ഭരണഘടന പോലും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം വലിയ ശൂന്യതയാണ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. സുകുമാർ അഴീക്കോട് എന്ന ധാർമ്മിക ധൈര്യത്തിന്റെ ദീപശിഖ പുതുതലമുറയ്ക്ക് ആവേശം പകരുന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോ അനുസ്മരണവും. കാലത്തിന് മാറ്റാനാകാത്ത ആ യുഗപുരുഷന്റെ ഓർമ്മയ്ക്കായി എരവിമംഗലത്ത് മണലിപ്പുഴയുടെ തീരത്തുള്ള അദ്ദേഹത്തിന്റെ വസതി സ്മാരകമാക്കി മാറ്റിയെങ്കിലും പരാധീനതകൾ പേറുന്ന ആ സ്മാരകത്തിൽ ഗുജറാത്തിലെ ഗാന്ധി മ്യൂസിയത്തിലേതുപോലെ അഴീക്കോടിന്റെ ഗർജിക്കുന്ന പ്രഭാഷണം മുഴങ്ങുന്ന ഹോം തിയേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ എത്ര പണം ആവശ്യമാണെങ്കിലും അക്കാദമി പ്രോജക്ട് സമർപ്പിച്ചാൽ ഉടൻ തന്നെ MLA ഫണ്ടിൽ നിന്ന് ആവശ്യമായ തുക അനുവദിക്കുമെന്ന് മന്ത്രി K. രാജൻ പറഞ്ഞു. ഇതിന്റെ പ്രോജക്റ്റ് തയ്യാറാക്കി നൽകിയാൽ എത്ര ലക്ഷം രൂപയാണെങ്കിലും MLA ഫണ്ടിൽ നിന്ന് ആ പണം നൽകാം എന്നറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം ആ പ്രവർത്തനങ്ങൾ നടത്തും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു തിയേറ്റർ കൂടി വളരെ ഉപകാരപ്രദമായിരിക്കും. എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ തന്നെ സാന്നിധ്യത്തിൽ ഒരു യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർക്കുന്നുണ്ട്. ആ യോഗത്തിൻ്റെ കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റും. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ പാർക്ക് സന്ദർശിക്കാൻ വരുന്നവർ സുകുമാർ അഴീക്കോട് സ്മാരകം സന്ദർശിക്കുന്ന വിധത്തിൽ ഇതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരകവും ഗ്രന്ഥപുരയും സെന്റർ ഓഫ് എക്സലൻസിന്റെ ഭാഗമായി കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തി ഭാഷാ പഠന കേന്ദ്രമാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. അയനം സാംസ്കാരിക വേദി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച അഴീക്കോട് അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരള ചരിത്രത്തിൽ സമാനതകൾ ഇല്ലാത്ത പ്രോജ്വല വ്യക്തിത്വമായിരുന്നു സുകുമാർ അഴീക്കോടിന്റേതെന്നും മന്ത്രി പറഞ്ഞു. ഡോക്ടർ NR ഗ്രാമപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷത വഹിച്ചു. അയനം ചെയർമാൻ വിജേഷ് എടക്കുന്നി, അഡ്വക്കേറ്റ് KR സുമേഷ്, ഡോക്ടർ K. കരുണ, ഡോക്ടർ സ്വപ്ന C. കോമ്പാത്ത്, പ്രിൻസിപ്പാൾ ഡോക്ടർ KL ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. സുകുമാർ അഴീക്കോടിന്റെ 13ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സാഹിത്യ അക്കാദമി ചിത്രശാലയിൽ അനുസ്മരണ സമ്മേളനം നടത്തി. സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷന്റെയും സുകുമാർ അഴീക്കോട് സ്മാരക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം മുൻ മേയർ K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് സ്മാരക സമിതി ചെയർമാൻ രാജൻ തലോർ അധ്യക്ഷത വഹിച്ചു. PA സുരേഷ് ബാബു, N. രാജഗോപാൽ, K. വിജയരാഘവൻ, TV അനന്തനാരായണൻ, സുജോ B. ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തൃക്കൂർ സ്വദേശിയിൽ നിന്ന് 3 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറ്റിശ്ശേരി സ്വദേശി കരയാംവീട്ടിൽ വിനോദാണ് അറസ്റ്റിലായത്. ജപ്പാനിലെ SSH ഗ്ലോബൽ എന്ന കമ്പനിയിൽ ഡ്രൈവർ തസ്തികയിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇയാൾ പണം തട്ടിയെടുത്തത്. ബാങ്ക് അക്കൌണ്ടിലൂടെയാണ് പരാതിക്കാരൻ പണം നൽകിയത്. ജോലിയും പണവും ലഭിക്കാതായതോടെ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. 2024 അടച്ചിട്ട വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ
ഇരിങ്ങാലക്കുട, കാട്ടൂർ, കൊടുങ്ങല്ലൂർ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. റിമാൻഡിലായിരുന്ന പ്രതി ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത്. പുതുക്കാട് SHO വി സജീഷ് കുമാർ, SI N പ്രദീപ്, ഗ്രേഡ് CPOമാരായ VA ഷമീർ, VD അജി, സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് SI KK വിശ്വനാഥൻ, CPO PA അരുൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വരാക്കര ചുക്കിരിക്കുന്നിൽ കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചുക്കിരിക്കുന്ന് ആട്ടോക്കാരൻ വീട്ടിൽ ജോയ്സനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെ കാട്ടുപന്നി ബൈക്കിൽ വന്നിടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ് പരിക്കേറ്റ ജോയ്സനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. റേഷൻ കടകളിലേക്കുള്ള ചരക്ക് നീക്കം നിലച്ചതോടെ സ്റ്റോക്ക് ഇല്ലാതാകുന്നു. ഭൂരിഭാഗം റേഷൻ കടകളിലും സാധനങ്ങൾ നൽകാനില്ല. ഡിസംബർ വരെ 3 മാസത്തെ ബിൽ തുകയും മുൻകാല കുടിശ്ശികയും നൽകണമെന്നാവശ്യപ്പെട്ട് ഗോഡൌണുകളിൽ നിന്നും കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാരാണ് ഈ മാസം ആദ്യം മുതൽ സമരം ആരംഭിച്ചത്. സമരം 3 ആഴ്ച പിന്നിട്ടതോടെ റേഷൻ വിതരണം പ്രതിസന്ധിയിലായി. തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികളും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേതന പാക്കേജ് പരിഷ്കരിക്കുക, ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികളുടെ സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രശ്നം പരിഹരിക്കാൻ ഭക്ഷ്യധനകാര്യ വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൺമറഞ്ഞ ഭാവഗായകൻ P. ജയചന്ദ്രന്റെ പൂങ്കുന്നത്തെ ഫ്ളാറ്റിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം 6:30യോടെയാണ് സുരേഷ് ഗോപി പൂങ്കുന്നം സീതാറാം മിൽ ലൈനിലുള്ള വിശ്രാം ഗുൽമോഹർ ഫ്ളാറ്റിലെത്തിയത്. ഫ്ളാറ്റിലുണ്ടായിരുന്ന P. ജയചന്ദ്രന്റെ പത്നി ലളിത, മകൾ ലക്ഷ്മി എന്നിവരുമായി ഓർമ്മകൾ പങ്കിട്ടു. കാലഘട്ടം താണ്ടി പുനഃസ്ഥാപിതനായ ഗായകനാണ് ജയചന്ദ്രൻ എന്ന് സന്ദർശന ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ഭാവഗായകനെ വിശേഷിപ്പിച്ചു. തന്റെ അച്ഛന്റെ സുഹൃത്തായിരുന്നു. ഭാവഗായകന്റെ അടുത്ത പാട്ടുണ്ടാകില്ലെന്നത് ദുഃഖിപ്പിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നഷ്ടം എല്ലാവരും വിലയിരുത്തും, പക്ഷെ വേദനയാണ്. ഇല്ല എന്നുള്ളത് വേദനയാണ്. അടുത്ത പാട്ട് ഭാവഗായകൻ്റെത് ഇനിയില്ല എന്ന് പറയുന്നു. പാട്ട് നമുക്ക് യുഗങ്ങളോളം നമ്മളെ സൂചിപ്പിക്കാനുള്ള പാട്ട്, അടുത്ത തലമുറയെ സൂചിപ്പിക്കാനുള്ള പാട്ടുകളുണ്ട്. പക്ഷേ ജയേട്ടൻ്റെ അടുത്ത പാട്ടില്ല എന്ന് പറയുന്നത് വേദന തന്നെ. കാലഘട്ടം താണ്ടി പുനഃസ്ഥാപിതനായ ഒരു ഗായകൻ കൂടിയാണ്. ചെങ്ങന്നൂരിൽ വാഹനാപകടത്തിൽ ആമ്പല്ലൂർ സ്വദേശിയായ യുവാവ് മരിച്ചു. ആമ്പല്ലൂർ വട്ടപ്പറമ്പിൽ പുത്തൻപുരയിൽ മോഹനന്റെ മകൻ 39 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. ചെങ്ങന്നൂർ കല്ലിശ്ശേരിക്ക് സമീപം MC റോഡിലായിരുന്നു അപകടം. പിക്കപ്പ് വാനിന്റെ ഡ്രൈവറായ സുധീഷ് വാഹനത്തിന്റെ പഞ്ചറായ ടയർ മാറ്റിയിടുന്നതിനിടെ കണ്ടെയ്നർ ലോറി വന്നിടിക്കുകയായിരുന്നു. അപകടസ്ഥലത്ത് വെച്ച് തന്നെ സുധീഷ് മരിച്ചു. ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ജീവിക്കാനും മെച്ചപ്പെട്ട ജീവിതം കണ്ടെത്താനും തുല്യ അവകാശമാണുള്ളത്. പെൺകുട്ടികൾക്കായി ഇന്ന് ദേശീയ ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ നേരിടുന്ന ലിംഗവിവേചനങ്ങൾക്കുമെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനുമാണ് ബാലികാ ദിനം ആചരിക്കുന്നത്. രാജ്യത്ത് പെൺകുട്ടികളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2008 മുതലാണ് ഈ ദിനം ദേശീയ ബാലികാ ദിനമായി ആചരിച്ചു വരുന്നത്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, സുരക്ഷ എന്നിവയ്ക്ക് മികച്ച അവസരങ്ങൾ നൽകുക, സമൂഹത്തിൽ പെൺകുട്ടികളെ മുന്നോട്ട് നയിക്കുക എന്നിവയെല്ലാം ബാലികാ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളാണ്. സുകന്യ സമൃദ്ധി യോജന, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, CBSEയുടെ ഒറ്റമകൾ സ്കോളർഷിപ്പ് സ്കീം, ബാലികാ സമൃദ്ധി യോജന, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനായി SC/ST വിഭാഗത്തിൽ ഉൾപ്പെട്ട പെൺകുട്ടികൾക്കുള്ള ദേശീയ പ്രോത്സാഹന പദ്ധതി എന്നിങ്ങനെ രാജ്യത്ത് പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികളും, പെൺകുട്ടികളുടെ സംരക്ഷണത്തിനായി ലിംഗനിർണയ നിരോധന നിയമം, ഹിന്ദു പിന്തുടർച്ചാ ഭേദഗതി നിയമം, ശൈശവ വിവാഹ നിരോധന നിയമം, കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ അവകാശ നിയമം, പോക്സോ എന്നീ നിയമങ്ങളും നടപ്പിലാക്കിയിട്ടും പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഓരോ ചൂഷണങ്ങൾക്കുമെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വർഷവും കടന്നുപോകുന്ന ജനുവരി 24. TCV തൃശൂർ. മേയറുടെ നിരന്തരമുള്ള വിദേശയാത്രകളിൽ ദുരൂഹതയും ധൂർത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ.
മേയർ എം കെ വർഗീസ് ശ്രീലങ്കയിലേക്ക് ടൂർ പോയതിനാൽ ശനിയാഴ്ച ചേരാനിരുന്ന കൌൺസിൽ യോഗവും മാസ്റ്റർ പ്ലാൻ യോഗവും മാറ്റിവെച്ചത് തൃശൂർ ജനതയോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജയപല്ലൻ പറഞ്ഞു. മേയർ സ്ഥലത്തില്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ ML റോസിയുടെ അധ്യക്ഷതയിൽ കൌൺസിൽ യോഗം ചേരാമെന്നിരിക്കെ മേയർ അനുവദിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. കൌൺസിലിനെ അറിയിക്കാതെയും മേയറും സംഘവും വിദേശയാത്രകൾ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കൌൺസിൽ യോഗം ഒരു കാരണവുമില്ലാതെ മാറ്റിവെച്ചത് മേയർ ഗൌരവപൂർവ്വമായല്ല കൌൺസിലിനെ കാണുന്നത് എന്നതിന്റെ തെളിവാണെന്ന് ജോൺ ഡാനിയേൽ പറഞ്ഞു. ഉപഭോക്തൃ കോടതി വിധി പാലിക്കാത്തതിനെ തുടർന്ന് തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് വാറണ്ട്. തൃശൂർ MG റോഡിലെ MG സ്റ്റോഴ്സ് ഉടമ M ഗണേശൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം അസിസ്റ്റന്റ് സെക്രട്ടറിക്കെതിരെയും കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെയും വാറണ്ട് അയക്കുവാൻ ഉത്തരവായത്. കോർപ്പറേഷൻ അധികൃതർ വൈദ്യുതി കുടിശ്ശിക അടയ്ക്കുവാൻ നോട്ടീസ് നൽകിയതിനെ ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത ഹർജിയിൽ കുടിശ്ശിക ബിൽ റദ്ദ് ചെയ്യുവാനും ബിൽ നൽകുവാനും നഷ്ടപരിഹാരമായി 2000 രൂപ നൽകുവാനും വിധിയുണ്ടായിരുന്നു. വിധി പാലിക്കാതിരിക്കുന്നതിന് എതിർകക്ഷികളെ ശിക്ഷിക്കുവാൻ ആവശ്യപ്പെട്ട് ഉപഭോക്തൃ നിയമപ്രകാരം ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. ദേശീയ സമ്മതിദായക ദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുതിർന്ന വോട്ടറെ ആദരിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടറായ 107 വയസ്സുകാരി തിരുനെല്ലൂർ പോയിൽ തിരുമടത്തിൽ ലക്ഷ്മിയെയാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വീട്ടിലെത്തി ആദരിച്ചത്. സമ്മതിദായക ദിനത്തിന്റെ ആശയ പ്രചരണത്തിനായി ശനിയാഴ്ച രാവിലെ 6:30 തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്കിൾ റാലി ജില്ലാ കളക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കളക്ടറേറ്റിൽ നടക്കുന്ന ജില്ലാതല പരിപാടിയിൽ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർത്ത 15 യുവ വോട്ടർമാർക്ക് ജില്ലാ കളക്ടർ ഇലക്ഷൻ ID കൈമാറും. സമ്മതിദായക ദിനാചരണത്തിന്റെ ഭാഗമായി ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സമ്മതിദായക പ്രതിജ്ഞ എടുക്കും. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ ഗാന്ധി പ്രതിമ മറച്ചുവെച്ച് സ്ഥാപിച്ചിരുന്ന മേയറുടെ ഫ്ലക്സ് ബോർഡ് ഒടുവിൽ കോർപ്പറേഷൻ തന്നെ എടുത്തുമാറ്റി. സ്വച്ഛ് സർവേക്ഷൺ പദ്ധതിയുടെ ഭാഗമായി മേയറുടെ ഫോട്ടോ അടങ്ങിയ സെൽഫി പോയിന്റ് ഫ്ലക്സാണ് ഗാന്ധി പ്രതിമ മറച്ചുവെച്ച് സ്ഥാപിച്ചത്. മാസങ്ങളായി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൌൺസിലർമാർ രാവിലെ പ്രതിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. രാവിലെ 11:30 കോൺഗ്രസ് കൌൺസിലർമാർ ഫ്ലക്സ് ബോർഡ് എടുത്തുമാറ്റുമെന്ന് അറിയിച്ചതോടെ 11 മണിയോടെ തന്നെ കോർപ്പറേഷൻ അധികൃതർ ബോർഡ് നീക്കം ചെയ്തു. ഇതേ തുടർന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ സമരം ഉപേക്ഷിക്കുകയായിരുന്നു. നെൽകൃഷിയിൽ 100% വിജയം നേടി മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കിടങ്ങൂർ പാടശേഖരത്തിലെ 1/2 ഏക്കർ വയലിലാണ് കുട്ടികൾ നെൽകൃഷി ചെയ്തത്. കുട്ടികൾ നട്ട ഞാറുകൾ കതിരിട്ട് വിളവെടുപ്പിന് പാകമായിരിക്കുകയാണ്. ആടിയും പാടിയും കൊയ്ത്തുത്സവം വലിയ ആഘോഷമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. താഴ്ത്തി കൊയ്യടി താളത്തിൽ കൊയ്യടി ചുറു ചുറുക്കുള്ള ശൃംഗാരി മുറുക്കി ചോപ്പിച്ച കിളുന്ന ചുണ്ടില് പാട്ടുയരട്ടെ ശൃംഗാരി. വിത്തെറിഞ്ഞ് ഞാറുമുളപ്പിച്ചതും ചേറ്റിലിറങ്ങി ഞാറു നട്ടതും കളപറിച്ചതും വളമിട്ട് പരിപാലിച്ചതും വിദ്യാർത്ഥികൾ തന്നെ. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 50 വിദ്യാർത്ഥികൾ ചേർന്നാണ് നെൽകൃഷിയിൽ വിജയഗാഥ രചിച്ചത്. GHSS മരത്തങ്കോടിന്റെ NSS യൂണിറ്റിന്റെ ഭാഗമായിട്ട് ജൈവ നെൽകൃഷി എന്നുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾക്ക് കുട്ടികൾക്ക് ആർക്കും തന്നെ കൃഷിയെപ്പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല. ആകെ 1-2 കുട്ടികളുടെ വീട്ടിലെ പാരൻസ് കർഷകരായിക്കൊണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ ചെറിയതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. കൃഷിയെപ്പറ്റി പഠിക്കുക, അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന മരത്തങ്കോട് സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിലാണ് നെൽകൃഷി ചെയ്തത്. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വിനീതയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. അധ്യാപകരായ രേഷ്മ പടിക്കവളപ്പിലും ഡോക്ടർ TT അജിത്തും സഹായികളായി മുന്നോട്ട് വന്നപ്പോൾ നെൽകൃഷി യാഥാർത്ഥ്യമാവുകയായിരുന്നു. കുറച്ചു കാലമായി മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു കുട്ടികളെ കൊണ്ട് നെൽകൃഷി ചെയ്യിപ്പിക്കണമെന്ന്. ഇപ്പോൾ എല്ലാ വിഷം കലർന്ന ഭക്ഷണങ്ങളാണ് അധികം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കിക്കൂടെ എന്ന ഒരു ഉദ്ദേശത്തിലാണ് ജൈവ നെൽകൃഷി ഞങ്ങൾ ആരംഭിച്ചത്. കുട്ടികളോട് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കൃഷി ആരംഭിച്ചു. എല്ലാം കുട്ടികളാണ് ചെയ്തത്. സ്കൂളിലെ OSA പ്രസിഡന്റും പാടശേഖര സമിതി കൺവീനറുമായ വിജയൻ കൊട്ടാരപ്പാട്ടാണ് കൃഷി ചെയ്യാൻ ഭൂമി നൽകിയത്.
കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ പ്രിയൻ എയ്യാലാണ് വിത്ത് നൽകിയതും ജൈവ കൃഷിയുടെ പാഠങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയതും. കഴിഞ്ഞ ഒക്ടോബർ 5-നാണ് ഞാറുനടിയിൽ നടന്നത്. കെ രാധാകൃഷ്ണൻ MP ഞാറുനടിയിൽ ഉദ്ഘാടനം ചെയ്തു. കൊയ്തെടുക്കുന്ന നെല്ല് അരിയാക്കി മരത്തങ്കോട് മഹിമ ജൈവമട്ടയരി എന്ന പേരിൽ പ്രദേശത്ത് തന്നെ വിൽപ്പന നടത്തുവാനാണ് സ്കൂളിന്റെ തീരുമാനം. ഇതിനാവശ്യമായ തുണിസഞ്ചികളും വിദ്യാർത്ഥികളെ തന്നെയാണ് തയ്യാറാക്കുന്നത്. കൊയ്ത്തുത്സവം ആഘോഷമാക്കുമെന്നും അരി വിറ്റ് ലഭിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്നും പ്രിൻസിപ്പാൾ വി സ്മിത അറിയിച്ചു. കുട്ടികൾക്ക് കാർഷിക വൃത്തിയുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുക, അവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുക, ഇതൊക്കെയാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിലുള്ള ഒട്ടനവധി പദ്ധതികളാണ് മരത്തങ്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. എരുമപ്പെട്ടി കൊട്ടഞ്ചേരി അഞ്ചുമൂലയിൽ കലങ്ക് നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പെരിന്തൽമണ്ണ സ്വദേശി വൈഷ്ണവനാണ് പരിക്കേറ്റത്. പ്രദേശത്ത് സൂചനാ ബോർഡ് സ്ഥാപിക്കാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയത്. പട്ടാമ്പി ഭാഗത്തു നിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന വൈഷ്ണവ് കുഴി കാണാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയത്. സാരമായി പരിക്കേറ്റ വൈഷ്ണവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെല്ലുവായി പട്ടാമ്പി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതിനാൽ പല ഭാഗങ്ങളിലും വശം പൊളിച്ച് കുഴിയെടുത്തിട്ടുണ്ട്. ബോർഡ് സ്ഥാപിക്കാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. കരുവന്നൂർ പനംകുളത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തി. കുണ്ടായിൽ അശോകന്റെ വീട്ടിലെ 10ഓളം കോഴികളാണ് ചത്തത്. ഇരുമ്പ് നെറ്റുകൊണ്ട് മറച്ചിരുന്ന കൂടിന്റെ അടിഭാഗത്തെ മണ്ണ് നീക്കിയാണ് അകത്ത് കയറി കോഴികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയത്. മഫ്തിയിൽ പട്രോളിംഗിനിടെ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കണികുളങ്ങര സ്വദേശി നെടുമ്പുരയ്ക്കൽ മുഹമ്മദ് ഷാഫിയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ 4 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. വടമ എക്സൈസ് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രിൻസിന്റെ പരാതിയിലാണ് കേസ്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചു. പുന്നരായമരക്കാർ വീട്ടിൽ ഫവാസിനെയാണ് ചാവക്കാട് ഇൻസ്പെക്ടർ VV വിമൽ, സബ് ഇൻസ്പെക്ടർ വിഷ്ണു V നായർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിലടച്ചത്. തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ നടന്നു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലും VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലുമായി നടന്ന മത്സരത്തിൽ 14 ജില്ലകളിൽ നിന്നുള്ള 1500 കുട്ടികൾ പങ്കെടുത്തു. മലപ്പുറം ജില്ലാ ചാമ്പ്യന്മാരായ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ല 3ാം സ്ഥാനം കരസ്ഥമാക്കി. ഏറ്റവും മികച്ച സ്കൂളുകൾക്കുള്ള ചാമ്പ്യൻഷിപ്പിൽ പൊങ്ങണങ്കാട് സെന്റ് എലിസബത്ത് സ്കൂളിനാണ് 2ാം സ്ഥാനം. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. ചലച്ചിത്ര നടൻ ലിഷോയ്, നടി ലിയോണ ലിഷോയ് എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. എരുമപ്പെട്ടി കൊട്ടഞ്ചേരി അഞ്ചുമൂലയിൽ കലിങ്ക് നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പെരിന്തൽമണ്ണ സ്വദേശി വൈഷ്ണവനാണ് പരിക്കേറ്റത്. പ്രദേശത്ത് സൂചനാ ബോർഡ് സ്ഥാപിക്കാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയത്. പട്ടാമ്പി ഭാഗത്തുനിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന വൈഷ്ണവ് കുഴി കാണാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയത്. സാരമായി പരിക്കേറ്റ വൈഷ്ണവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെല്ലുവായ് പട്ടാമ്പി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതിനാൽ പല ഭാഗങ്ങളിലും കലുങ്ക് നിർമ്മാണത്തിനായി ഇത്തരത്തിൽ റോഡിന്റെ ഒരു വശം പൊളിച്ച് കുഴിയെടുത്തിട്ടുണ്ട്. ബോർഡ് സ്ഥാപിക്കാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7530 രൂപ, പവന് 60,240 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3304 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടയച്ചു. ആനയെ നിരീക്ഷിക്കുന്നതിന് വനം വകുപ്പ് സംവിധാനം ഏർപ്പെടുത്തി. കുന്നംകുളം കാവിലക്കാട് പൂരത്തിനെത്തിച്ച ആന 2 തവണ ഇടഞ്ഞു. കൊമ്പൻ കീഴൂട്ട് വിശ്വനാഥനാണ് ഇടഞ്ഞത്. പരിഭ്രാന്തരായി ആനപ്പുറത്തുനിന്ന് ചാടിയ 4 പേർക്കുൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ചേലക്കര വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിൽ. തോന്നൂർക്കര സ്വദേശി PK ശശിധരനാണ് അറസ്റ്റിലായത്. പെരിഞ്ഞനത്ത് യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിൽ. പാലക്കാട് സ്വദേശി സന്തോഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. മണലൂരിൽ വീട്ടമ്മയുടെ മൃതദേഹം അയൽവാസിയുടെ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. മണലൂർ സ്വദേശിനി ലതയാണ് മരിച്ചത്. വരവൂർ പുളിഞ്ചോടിൽ ലഹരിക്കടിമയായ മകൻ വീടിന് തീയിട്ടു. അമ്മയുമായുള്ള വഴക്കിനെ തുടർന്നാണ് തീയിട്ടത്. വീട്ടിലെ സാധന സാമഗ്രികൾ കത്തി നശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.